നമസ്കാരം. യുദ്ധങ്ങൾ ഒരു കാലത്തും ന്യായീകരിക്കപ്പെടുന്നവയല്ല. അഥവാ ന്യായീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അതിജീവനത്തിന് വേണ്ടിയുള്ളതായപ്പോൾ മാത്രമാണ്. ചോരയൊഴുക്കി സമാധാനം നേടിയവരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാതെ വയ്യ, ഇല്ലെങ്കിൽ ഞങ്ങളില്ല. അന്തരിച്ച മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ഏരിയൽ ഷാരോൺ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതാണിത്. പിറന്നു വീണ ഉടനെ തന്നെ യുദ്ധത്തിലേക്ക് എടുത്തെറിയപ്പെട്ട രാഷ്ട്രമാണ് ഇസ്രായേൽ. 1948 നിലവിൽ വന്ന് ദിവസങ്ങൾക്കകം ഈജിപ്തിൻ്റെയും സിറിയയുടെയും ജോർദാന്റെയും ഇറാഖിൻ്റെയും ലെബനന്റെയും സംയുക്ത ആക്രമണം ഇസ്രായേലിനു നേരെയുണ്ടായി. അറബ് ശക്തികളുടെ പരസ്യമായ പിന്തുണയും ആശീർവാദവും ഈ ആക്രമണത്തിന് ഉണ്ടായിരുന്നു. സർവ്വതും നഷ്ടപ്പെട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അഭയാർത്ഥികളായി ചേക്കേറിയ ജൂതന്മാർക്ക് മുകളിൽ ആകാശവും താഴെ ഭൂമിയും മാത്രമായിരുന്നു മനോധൈര്യവും ആത്മസമർപ്പണവും കൊണ്ട് അവരുടേതായ ലോകം കെട്ടിപ്പടുത്ത ലോകത്തെ തന്നെ ഒരു ന്യൂനപക്ഷത്തെയാണ് ഒക്ടോബർ 7 ഹമാസ് എന്ന തീവ്രവാദികൾ ആക്രമിച്ചത്. 10 അറബ് രാഷ്ട്രങ്ങളെ നിഷ്പ്രയാസം തുരത്തി ഓടിച്ച ഇസ്രായേലിന് ഹമാസ് ഒരു വെല്ലുവിളിയല്ല. ബന്ദികളുടെ ജീവനോടൊപ്പം ഗാസയിലെ സാധാരണക്കാരുടെ ജീവന് കൂടി വില കൽപ്പിക്കുന്നു എന്നതുകൊണ്ടും ഒരിക്കൽ തങ്ങൾ നേരിട്ടതുപോലുള്ള കൂട്ടക്കൊലകൾ ഒരിക്കലും മറ്റാരും നേരിടരുത് എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടും മാത്രമാണ് ഗാസയിലെ സൈനിക നടപടികൾ നീണ്ടുപോകുന്നത്. അതൊരിക്കലും ഇസ്രായേലിന്റെ കഴിവുകേടായി കാണരുത്. സാധാരണക്കാരുടെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം പരമാവധി ഒഴിവാക്കി തീവ്രവാദികളെ മാത്രം തെരഞ്ഞുപിടിച്ചു കൊല്ലുന്ന രീതിയാണ് ഇസ്രായേൽ ഇതുവരെയും കൈകൊണ്ടിരുന്നത്. ഹമാസിന്റെ പ്രധാന നേതാക്കളെ എല്ലാം ഓരോന്നായി വധിക്കാൻ കഴിയുന്നത് ആ ശൈലി വിജയകരമാണ് എന്നതിന്റെ തെളിവാണ്. ഇപ്പോൾ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ സമിതി തലവൻ ഇസ്മായിൽ ഹനിയ കൂടി കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ടതായി ഇറാൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനാണ് ചൊവ്വാഴ്ച ഹനിയ ടെഹ്റാനിലെത്തിയത്. ചടങ്ങിന് മുമ്പ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ബുധനാഴ്ച രാവിലെയാണ് ഹനിയ താമസിച്ച കെട്ടിടത്തിന് നേരെ ആക്രമണം ഉണ്ടായതെന്ന് ഇറാൻ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പ്രസ്താവനയിൽ അറിയിച്ചു. ഹനിയയുടെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടു. ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഇതിനോടകം തന്നെ സംശയം ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. നേരത്തെ ഇസ്രായേൽ ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ ഹനിയയുടെ മക്കളും കൊച്ചുമക്കളും കൊല്ലപ്പെട്ടിരുന്നു. 1987 ഹമാസിന്റെ ഭാഗമായ ഹനിയയെ 89 ഇസ്രായേൽ ജയിലിലിട്ടിരുന്നു. 3 വർഷത്തിന് ശേഷമാണ് മോചിപ്പിച്ചത്. പിന്നീട് 92 ലെബനനിലേക്ക് നാടുകടത്തപ്പെട്ടു. 1 വർഷം കഴിഞ്ഞ് പലസ്തീനിൽ തിരിച്ചെത്തി. 2006 ഹനിയ പാലസ്തീൻ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 2017 ഹനിയ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ സമിതി തലവനായി ചുമതലയേറ്റത്. 62-കാരനായ ഹനിയ 2023 മുതൽ ഖത്തറിലായിരുന്നു താമസം. ഹനിയയുടെ കാര്യം തീരുമാനമായതോടെ ഹമാസിന്റെ നില പരിങ്ങലിലായിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ ശല്യം അവസാനിപ്പിച്ചതിനു ശേഷം ഇസ്രായേലിന്റെ നടപടിക്കൊപ്പം ലോകത്തിലെ ഇസ്ലാമിക ഭീകരർക്കെതിരെ ലോകരാജ്യങ്ങളും പങ്കുചേരുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഇന്ത്യയും അമേരിക്കയും അടക്കമുള്ള ലോകശക്തികൾ അത്തരമൊരു നീക്കത്തിലേക്ക് കടന്നാൽ ലോകത്തിലെ ഇസ്ലാമിക ഭീകരത തുടച്ചു മാറ്റപ്പെടും എന്നതിൽ സംശയമില്ല. അതിന്റെ തുടക്കമായി ഹമാസിന്റെ പതനം മാറട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.